Take it easy again, my friend. Do you remember you tried to spend? Look into ഹലോ മച്ചന്മാരെ, അപ്പം 3 മാസം കൊണ്ട് കാത്തിരുന്ന് കിട്ടിയൊരു മുതലാട്ടോ ഈ കിടക്കുന്നത്. വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തം വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കത് വണ്ടി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ റിവീലിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും റിവീലിങ്ങിലേക്ക് കിടക്കാം നമുക്ക്. Settle down, my friend. Cherish the moment you won't forget. Look at the sky, because it will guide you home. Let it easy, come and go. You know in your heart what you're fighting. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. 2020 മോഡല് RS200 ആണ്. അപ്പോൾ ഭ്രാന്ത വണ്ടി എന്ന് പറഞ്ഞതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. അത് RS ഓണേഴ്സിന് അറിയാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മളെ ഈ മുന്നിൽ കിടക്കുന്ന ഈ മുതലുണ്ടല്ലോ, ഇവനെ കിട്ടിയതൊരു സത്യം പറഞ്ഞ ഒരു സ്റ്റോറി, വലിയൊരു കഥ തന്നെയാണ്. അപ്പം അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവനെ കിട്ടിയതും ഇവനെ എടുക്കാൻ നടന്ന ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. RS ഓണേഴ്സിനറിയാം ഇവൻ്റെ അതായത് ഇവനെ ഒരു ബിഗിനറിന് വേണമെങ്കിലും അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് BS6 വലിയ, അതായത് പവർ ഡെലിവറി കാര്യങ്ങളൊന്നും ഇൻഷയിലൊന്നും തീരെ ഇല്ല. ഞാൻ നേരത്തെ ഭ്രാന്തം വണ്ടിയാന്ന് പറഞ്ഞതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. ഇവന് ഒരു പാവത്തെ കണക്ക് ഇരുന്നിട്ടുണ്ടല്ലോ ഒരു കയറ്റമുണ്ട്. അത് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഫുള്ളി ചേഞ്ച് ചെയ്തിട്ട് ഒരു ഇടിമിന്നൽ കയറുന്ന പോലെ ഒരു കയറ്റമുണ്ട്. ആ ഒരു റീസൺ കാരണമാണ് ഇവനെ ഞാൻ ഭ്രാന്തൻ മെൻഷൻ ചെയ്തത്. അത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നെ ലാഗായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ പിന്നെ കട്ട സപ്പോർട്ടായിരിക്കണം മറ്റന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണോ, ഇതിൻ്റെ ഒരു റിവ്യൂ അടുത്തത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ട്രാവൽ ലോഗ് കണക്കിന് ഈ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോയിൽ. നല്ലൊരു കിണ്ണം കാച്ചിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിലെ കുറവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ചെയ്യണം. നമ്മളിനി ഇൻസ്റ്റാഗ്രാമിലും നൈസായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റുകളൊക്കെ ഇടണം കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ട്രാവൽ വ്ലോഗ്സും റിവ്യൂസും ഡെയിലി വ്ലോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം എന്തായാലും സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്വിൻ പോസ്റ്റർ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സ്ഥലത്തെ അനുഭവങ്ങളായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.